പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ അതിന് ഉത്തരവാദികളെയല്ല. നമസ്കാരം, സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ദിവസമാണ് ഇന്ന്. ഈ യാത്ര എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ചിലപ്പോൾ തോന്നാം എന്താണ് പ്രധാനപ്പെട്ട ഒരു ദിനമെന്ന് പറയാൻ. എനിക്ക് എൻ്റെ സത്യം പറഞ്ഞാൽ ആ കോള് വന്നപ്പോൾ, അല്ലെങ്കിൽ എൻ്റെ മൊബൈലിലേക്ക് ആ കോള് ആ അതിഥി വിളിച്ചപ്പോൾ, ആ ഒരു കൂട്ടുകാരൻ വിളിച്ചപ്പോൾ എനിക്ക് രോമാഞ്ചം ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ഒരു ആഗ്രഹം കുറേ മാസങ്ങളായി ഇങ്ങനെ പെൻഡിങ്ങിലായിരുന്നു. അതൊന്ന് സബലീകരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എൻ്റെ ജീവിതത്തിൽ 100ാമത്തെ കിങ് കോബ്ര, ആ ഒരു ത്രില്ലാണ് ഞാനിപ്പോൾ. ആ ത്രില്ലെന്ന് പറയുമ്പോൾ ഈ അതിഥിയുടെ അടുത്തെത്തുന്നത് വരെ എനിക്ക് ആ ത്രില്ലുണ്ടാവുന്നത്. 100ാമത്തെ കിങ് കോബ്ര എടുക്കാനുള്ള, അല്ലെങ്കിൽ പിടിക്കാനുള്ള ഒരു യാത്ര പിടിക്കാനായി ഞങ്ങൾ സ്നേക്ക് മാസ്റ്റർ ടീം യാത്രയിലാണ്. ഈ യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. യാത്ര എന്ന് പറയുമ്പോൾ നമ്മളിനി ഒരുപാട് ദൂരം താണ്ടേണ്ടതുണ്ട്. പത്തനംതിട്ട എന്നെ ഞാനാക്കി വളർത്തിയ പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണ് ഈ അതിഥിയുടെയും കോള് വന്നിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ കോന്നി ഡിവിഷൻ്റെ കീഴിൽ കുമ്മണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു രാജവെമ്പാല ഒരു പെരുമ്പാമ്പിനെ വിഴുങ്ങി ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് വിളിച്ചത്. പക്ഷേ എനിക്ക് ലൈവ് ഫോട്ടോസ് ചെറുപ്പക്കാരോ എടുത്ത് അയച്ചത് രാജവെമ്പാലയുടെ തല ചുറ്റി പെരുമ്പാമ്പ് ബോൾ പോലെ വെച്ചിരിക്കുന്നതായിട്ടാണ് വാട്സാപ്പിൽ ഫോട്ടോ വന്നത്. പക്ഷേ തിരിച്ചാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഫോറസ്റ്റിലെ സാറന്മാരെന്നെ വിളിച്ചു, രാജവെമ്പാല പെരുമ്പാമ്പിനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു, പകുതിയോളം വിഴുങ്ങി കഴിഞ്ഞു എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. എന്തായാലും എൻ്റെ ഈ 100ാമത്തെ കിങ് കോബ്ര കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കിട്ടുന്നതിന് മുന്നേ തന്നെ എന്നെ ഞാനാക്കിയ എൻ്റെ കേരള ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥന്മാർക്ക് എൻ്റെ ബിഗ് സല്യൂട്ട്. എന്നെ ഞാനാക്കിയ എൻ്റെ മലയാളികളായ എൻ്റെ കേരളീയർക്കും എൻ്റെ പത്തനംതിട്ട ജില്ലക്കാർക്കും എൻ്റെ ബിഗ് സല്യൂട്ട്. ഞങ്ങളുടെ കൗമുദി ടീമിൻ്റെ പ്രോഗ്രാം കാണുന്ന എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ടീമിൻ്റെ ബിഗ് സല്യൂട്ട്. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല, പോകുന്നു നമ്മൾ 100ാമത്തെ അതിഥിയുടെ അടുത്തേക്ക്. 100ാമത്തെ അതിഥിയുടെ വലിയ അതിഥിയാവാൻ സാധ്യതയില്ല. കാരണം ഫോട്ടോ കണ്ട ചെറിയൊരു പെരുമ്പാമ്പിനെ ചുറ്റി പിടിച്ചിരിക്കുന്ന ഫോട്ടോയാണ് വാട്സാപ്പിൽ വന്നത്. അപ്പോൾ ആ ഫോട്ടോ കണ്ട് എനിക്ക് തോന്നുന്നു ഒരു 4-5 വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള ഒരു അതിഥിയാണ്. പക്ഷേ ഇതിന് ഒരാഴ്ചയ്ക്ക് മുന്നേ എനിക്കൊരു കോൾ, ഇതേ സ്ഥലത്ത് നിന്നൊരു കോൾ ഉണ്ടായിരുന്നു. ഒരു രാജവെമ്പാല കിടക്കുന്നു, പറമ്പിൽ കിടക്കുന്നു എന്ന് പറഞ്ഞ് വിളിച്ചു. പക്ഷെ നമ്മൾ അവിടേക്ക് തിരിക്കുന്നതിന് മുന്നേ തന്നെ അവിടെ നിന്ന് കോൾ വന്നു. എത്തേണ്ട അത് ഫോറസ്റ്റ് ഏരിയയിലാണ്, കാട്ടിക്കയറി പോയി എന്നൊരു കോൾ വന്നു. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയില്ല. എന്തായാലും ഇന്ന് സ്നേക്ക് മാസ്റ്റർ ടീം ഇറങ്ങിയ സമയത്ത് തന്നെ നമ്മുടെ പ്രൊഡ്യൂസർ കിഷോർ കരമന അവരുകൾ ചോദിക്കുകയുണ്ടായി, ചേട്ടാ കാട്ടിൽ പോകുന്നുണ്ടോ, കിങ് കോബ്ര കോളുകളെല്ലാം വന്നിട്ടുണ്ടോ? എന്തായാലും അതൊരു നല്ല ലക്ഷണമായിട്ട് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ വാക്ക് സർവേശ്വരന്മാർ കേട്ടു എന്ന് വിചാരിക്കും. കാരണം എനിക്ക് 100 കിങ് കോബ്ര എന്നുള്ളൊരു സ്വപ്നമുണ്ടായിരുന്നു. എന്തായാലും 100 എന്ന് പറയുമ്പോൾ 100 നിർത്താൻ വേണ്ടിയുള്ളതല്ല, 100 കഴിയുമ്പോൾ പിന്നെ 101 ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. എന്തായാലും നമ്മൾ ആകാംക്ഷാഭരിതരായി, ഞാൻ ആകാംക്ഷാഭരിതനാണ്, നിങ്ങളും ആകാംക്ഷാഭരിതരായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പോകുന്നു. ഇനി നമ്മൾ സമയം കളയുന്നില്ല. ഇനി എനിക്ക് അവിടെ എത്തുന്നവരെ ത്രില്ലാണ്. പിന്നെ ഞാൻ ഇനി എന്താണ് പറയുന്നതെന്ന് എനിക്കറിയില്ല, അതൊരു ടെൻഷനാണ്. അപ്പോൾ ഞാൻ പോകുന്നു നമ്മുടെ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക്. നമ്മളെ തേടി പത്തനംതിട്ട ജില്ലയിൽ റാന്നി ഡിവിഷനിലെ ആറാട്ടി ടീം നിൽപ്പുണ്ട്, വഴിമധ്യത്തിലുണ്ട്. അതുപോലെ കോന്നി ഡിവിഷനിലെ സാറന്മാരും കുമ്മണ്ണൂരിലെ ഓഫീസർമാരും ഒക്കെ ആ സ്ഥലത്ത് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. വലിയൊരു ജനാവലി ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല, പോകാം നമുക്ക് ആ സ്ഥലത്തേക്ക്, അതിഥിയുടെ അടുത്തേക്ക്. എന്തായാലും എൻ്റെ മൊബൈലിന് ഒരു റെസ്റ്റും ഇല്ല. കാരണം നമ്മുടെ ഫോറസ്റ്റിലെ സാറന്മാരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു ചെറിയൊരു മങ്ങൽ നമുക്ക് നമ്മുടെ ഈ യാത്രയ്ക്ക് ചെറിയൊരു മനസ്സിനൊരു താളം തട്ടി. കാരണം ഇപ്പോൾ വന്ന കോളെന്ന് പറഞ്ഞാൽ ആ പെരുമ്പാമ്പും രാജവെമ്പാലയും 3 മണി തൊട്ട് ഫൈറ്റ് കിടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പെരുമ്പാമ്പിനെ വിട്ടിട്ട് അതൊരു മാളത്തിലേക്ക് കയറിയെന്ന് പറഞ്ഞു. എന്തായാലും നമ്മൾ അങ്ങോട്ട് തന്നെ പോകുന്നു. കാരണം ഇതിനെ വിട്ട് കഴിഞ്ഞാൽ വീണ്ടും അത് നാളെയോ മറ്റന്നാളോ വീണ്ടും പുറത്തേക്ക് വരാം.
അടുത്ത വീടുകളിൽ പോയി കയറാം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടെൻഷൻ വീണ്ടും നമ്മളൊരു യാത്ര വെക്കണം. അപ്പോൾ ഇന്ന് നമ്മളതിനെ പോയി ആ മാളം പൊളിച്ച് നമ്മുടെ ഫോറസ്റ്റിൻ്റെ അതിർത്തിയാണെങ്കിലും അതിർത്തിക്ക് ഇപ്പുറം വീടുകളുണ്ട്, ഒരുപാട് കുടിലുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇനി വീണ്ടും ഫോറസ്റ്റ് ചേർക്കാം, നാട്ടുകാർ ബഹളം ഉണ്ടാക്കുന്ന നാട്ടുകാർ കൂടിയിട്ട് വീണ്ടും അത് ഇക്കരെ വരാം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഇന്ന് ഈ യാത്ര മുടക്കുന്നില്ല. നമ്മൾ ആ സ്ഥലത്തേക്ക് തന്നെ പോയിട്ട് അദ്ദേഹത്തെ പിടികൂടാനുള്ള ശ്രമം നമ്മൾ ശ്രമിക്കുന്നു. നമ്മളെന്തായാലും ശ്രമിക്കുന്നല്ല, പിടിച്ച് കാട്ടിൽ വിട്ടിട്ട് നമ്മളിന്ന് മടങ്ങി പോകുന്നു. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ യാത്ര വാവാ സുരേഷ് ആക്കിയ ജില്ലയിലാണ് നിൽക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ കുമ്മണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ ഫോറസ്റ്റിലെ സാറന്മാരാണ് നിൽക്കുന്നത്. റാന്നി ഡിവിഷനിലെ ആറാട്ടിയുടെ സാറന്മാരുമുണ്ട്, നമ്മുടെ സ്ട്രൈക്കിംഗ് ഫോഴ്സിലെ സാറന്മാരുണ്ട്, നമ്മുടെ ഇവിടുത്തെ ഓഫീസർമാരുമുണ്ട്. ഇവിടെ ഒരു അതിഥിയെ കണ്ടു. ഈ അതിഥി എന്ന് പറയുന്നത് നമ്മുടെ പ്രേക്ഷകർ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും ഇങ്ങനൊരു പ്രതീക്ഷ ഇല്ലായിരുന്നു വാവാ സുരേഷ് 100 കിങ് ഓവറെ പിടിക്കുമെന്ന്. കാരണം 1-2 കിങ് ഓവർ പിടിക്കണം, 1 കിങ് ഓവർ പിടിക്കണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ തിരിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ സാറന്മാർക്കും നാട്ടുകാർക്കും ഒക്കെ നമ്മളൊരു ബിഗ് സല്യൂട്ട് കൊടുത്തിരുന്നു. കാരണം ഞാനാക്കിയത് നമ്മുടെ കേരള ഫോറസ്റ്റിലെ ഓഫീസർമാരും അതുപോലെ നമ്മുടെ നാട്ടുകാരും നമ്മുടെ പ്രേക്ഷകരും ഒക്കെയാണ് ഈ കൊച്ചു മനുഷ്യനെ, ഈ ഒരു കുഞ്ഞു വീട്ടിൽ താമസിക്കുന്ന എന്നെ ഇത്രയും പോപ്പുലാരിറ്റിയിലേക്ക് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഇത്രയും അറിയപ്പെടുന്ന ആളായിട്ട് കൊണ്ടുവന്നത്. എന്തായാലും നമ്മൾ ഇവിടെ എത്തി നിൽക്കുന്ന നമ്മുടെ സാറന്മാരുടെ സാന്നിധ്യത്തിൽ ഈ ഒരു ചെറിയ അതിഥിയെ നമ്മൾ തേടി വന്നു. അപ്പോൾ ഇവർ 3 മണി തൊട്ട് നമ്മുടെ ഈ ഓഫീസിൻ്റെ ചുറ്റിനും ഇദ്ദേഹം കിടന്ന് കളിക്കുന്നുണ്ട്, ഒരു ചെറിയ പെരുമ്പാമ്പിനെ ചുറ്റിപ്പെനഞ്ഞ് കിടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും ഈ സ്ഥലത്തെത്തുന്നതിന് മുന്നേ തന്നെ അദ്ദേഹം ഇവിടുന്ന് രക്ഷപ്പെട്ടു. പെരുമ്പാമ്പിനെ വിട്ടതിന് ശേഷം അദ്ദേഹം ഒരു മാളത്തിൽ കയറിയിരുന്നു. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഫോറസ്റ്റിൻ്റെ അതിർത്തിയാണ് നമുക്ക് പിടിക്കേണ്ട നിർബന്ധം. കാരണം അത് ആൾക്കാർ വെള്ളം ഉപയോഗിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് തോന്നാം, എന്തിനാണ് വനത്തിൻ്റെ അതിർത്തിയിൽ പോയി രാജവെമ്പാലയെ പിടിക്കുന്നത്? രാജവെമ്പാല പിടിക്കേണ്ടതാണ്. കാരണം ലോകത്തിൽ രാജവെമ്പാലയുടെ കടിയേറ്റാൽ മെഡിസിൻ നമുക്ക് ഭാരതത്തിലില്ല, തായ്ലാൻഡിൽ മാത്രമേ ഉള്ളൂ. അബദ്ധവശാൽ ആർക്കെങ്കിലും ഒരു കടി ഏൽക്കുകയാണെങ്കിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഓഫീസർമാർക്കും ഒക്കെ സമാധാനം ഉണ്ടാകത്തില്ല. അപ്പോൾ നാട്ടുകാരും എല്ലാവരുടെയും സാന്നിധ്യത്തോടു കൂടി അവരുടെ സഹകരണത്തോടെ നമ്മൾ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. നമ്മുടെ ഓഫീസർമാരുമായിട്ട് പോകുന്നു. നമ്മുടെ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക് കഴിവിൻ്റെ പരമാവധി ഈ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ രാത്രിയാണ്, മാറി നിൽക്കണം. വെട്ടത്തിൻ്റെ ഒരു ടോർച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ അപകടം ഉണ്ടാവാതിരിക്കാനായി എല്ലാവരും ശ്രദ്ധിക്കണം. കഴിവിൻ്റെ പരമാവധി കാണാൻ വന്ന ആൾക്കാർ മാറി നിൽക്കണമെന്നാണ് എനിക്ക് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്. നമ്മൾ അതിഥിയെ കണ്ടു. ഈ വേറിനകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്, കിങ് ഓവർ തന്നെയാണ്. പക്ഷേ എനിക്ക് നല്ല ടയേർഡാണ്, ശരീരം നല്ല ടയേർഡാണ്. നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല, ആൾക്കാരുടെ സാന്നിധ്യം കൂടുന്നു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്തായാലും അപകടമാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ മാളത്തിന് എടുക്കാൻ ശ്രമിക്കുകയാണ്.
എന്തായാലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യം, കാരണം ഭാഗ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ 100ാമത്തെ കിങ് കോബ്ര. ഇത് ചരിത്ര നിമിഷം. സ്നേക് മാസ്റ്റർ വാവ സുരേഷിന് രാജവെമ്പാലയിൽ സെഞ്ചുറി. ഒപ്പം ലോകത്ത് തന്നെ ആർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ലോക റെക്കോർഡ്. പത്തനംതിട്ട ജില്ലയിലെ തേക്കുതോടിൽ നിന്ന് 99ാമത്തെ രാജവെമ്പാലയെ പിടികൂടിയത് മുതൽ ലോകത്തിന്റെ വിവിധ കോണിലുള്ള വാവയുടെ ആരാധകരും വാവ സുരേഷും കാത്തിരിക്കുകയായിരുന്നു രാജവെമ്പാലയിൽ സെഞ്ചുറി തികയ്ക്കുന്ന നിമിഷത്തിനായി. ആ കാത്തിരിപ്പിനാണ് പത്തനംതിട്ടയിലെ കോന്നിക്കടുത്ത് കുമ്മണ്ണൂരിൽ നൂറുകണക്കിന് നാട്ടുകാരുടെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ വിരാമമായത്. സംഭവത്തിന്റെ തുടക്കം ഇങ്ങനെ. കുമ്മണ്ണൂരിനടുത്തെ തോടിന് സമീപം പ്രദേശവാസികളാണ് ആ കാഴ്ച ആദ്യം കാണുന്നത്. 2 പാമ്പുകൾ ചുറ്റിവരിയുന്ന രംഗം. അതിലൊന്ന് പെരുമ്പാമ്പ്, മറ്റത് രാജവെമ്പാലയെന്ന് അറിഞ്ഞതോടെ നാട്ടുകാർ പരിഭ്രാന്തിയിലായി. രാജവെമ്പാലയെ അനങ്ങാൻ പറ്റാത്ത വിധം തലയിലൂടെ ചുറ്റിവരിഞ്ഞ നിലയിലായിരുന്നു പെരുമ്പാമ്പ്. പെരുമ്പാമ്പിനെ വിഴുങ്ങാനെന്ന വണ്ണം രാജവെമ്പാല ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പെരുമ്പാമ്പിനെ അത്ര പെട്ടെന്ന് കീഴ്പ്പെടുത്തുവാൻ രാജവെമ്പാലയ്ക്കായില്ല. ഇര തേടി ഗ്രാമത്തിലെത്തിയ പെരുമ്പാമ്പും രാജവെമ്പാലയും തമ്മിലുള്ള ഉഗ്രയുദ്ധം 1 മണിക്കൂറോളം തുടർന്നു. സംഭവത്തിന്റെ വിചിത്ര സ്വഭാവമറിഞ്ഞ് സ്ഥലത്ത് ജനങ്ങൾ തടിച്ചുകൂടി. വനപാലകരും സ്ഥലത്തെത്തി. അവശനിലയിലായ പെരുമ്പാമ്പിനെ ഉപേക്ഷിച്ച് രാജവെമ്പാല പത്തി വിടർത്തി തൊട്ടടുത്ത പൊത്തിലേക്ക് കയറിപ്പോയി. അവസാനം സ്നേക് മാസ്റ്ററിന് മുന്നിൽ രാജവെമ്പാലയ്ക്ക് പത്തി താഴ്ത്തേണ്ടി വന്നു. അതോടെ നാട്ടുകാരുടെ ഭീതിക്ക് വിരാമമായി. എന്തായാലും വളരെ സന്തോഷം, കാരണം നമ്മുടെ അതിഥിയെ എൻ്റെ ജീവിതത്തിൽ 100ാമത്തെ കിങ് കോബ്രയെ പിടികൂടാനുള്ള ഭാഗ്യം സർവേശ്വരൻ എനിക്ക് നൽകി. എന്തായാലും നമ്മൾ വളരെ ലാഘവത്തോടുകൂടി അദ്ദേഹത്തെ പിടികൂടി. എന്തായാലും ഇദ്ദേഹത്തിന് നമുക്കറിയാം, ഇദ്ദേഹത്തിൻ്റെ പ്രായം, ഇദ്ദേഹത്തിന് ഞാൻ ഈ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു 4-5 വയസ്സ് പ്രായം വരുന്ന പില്ല, 11 വയസ്സിന് മേളിൽ പ്രായം ഇദ്ദേഹത്തിനുണ്ട്. ഇദ്ദേഹം മെയിലാണ്. കണ്ടു കഴിഞ്ഞാൽ ഫീമെയിലിൻ്റെ കട്ടാണെങ്കിലും മെയിലാണ്. നല്ല ചപ്പി, തല പരന്നിരിക്കുന്ന വേറൊന്നുമില്ല. പെരുമ്പാമ്പിനെ കടിച്ച സമയത്ത് പെരുമ്പാമ്പ് ഇതിനെ ചുറ്റി വരിഞ്ഞിട്ട് നല്ല ടയേർഡാണ്. നമ്മുടെ പ്രിയ സഹോദരന്മാരോട് മാറി നിൽക്കാൻ പറഞ്ഞത് പെട്ടെന്ന് അഗ്രസീവ് ആവും. കാരണം ഇത്രയും ടയേർഡായിരുന്നതുകൊണ്ട് ഇദ്ദേഹം ഇത് അഗ്രസീവ് ആവും. അതുമാത്രം നമ്മൾ ഇദ്ദേഹത്തിനെ ഇവിടെ വിട്ടിട്ട് പോകാത്ത, ഇപ്പോൾ കാണുന്ന ഞാൻ പറഞ്ഞു, നമ്മുടെ പ്രേക്ഷകർ കാണുന്നവർ ചോദിക്കും എന്തിനാ വനത്തിൽ നിന്ന് പിടിക്കും. പക്ഷേ ഇത് വനമല്ല, വനത്തിൻ്റെ ആ മറുവശമാണ്. ഇവിടെ ജനങ്ങൾ തിങ്ങിപ്പറക്കുന്ന സ്ഥലമാണ്, ആൾക്കാർ കുളിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഈ അതിഥിയെ ആവശ്യം ഇദ്ദേഹത്തിന് നമുക്ക് ലെങ്ത്തൊക്കെ നമ്മൾ എന്തായാലും 15 അടിയിലേറെ നീളമുള്ള ആൺ രാജവെമ്പാലയാണ്. കിങ് കോബ്ര, കരിഞ്ചാത്തി, കരിങ്കേളി, കരിങ്കോമാളി, കൂവൻ കരിഞ്ചാത്തി എന്നൊക്കെ അറിയപ്പെടുന്ന കൃഷ്ണസർപ്പം എന്നറിയപ്പെടുന്ന അതിഥിയാണ്. നമ്മൾ ഇദ്ദേഹവുമായിട്ട് നമ്മുടെ ഓഫീസിലേക്ക് പോകുന്നു. അവിടെ നമ്മുടെ കുറച്ച് ആൾക്കാരുടെ, അവിടുത്തെ നല്ലവരെ നാട്ടുകാർ കുറച്ച് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അമ്മമാരും പെങ്ങന്മാരും ഒക്കെ. നമുക്ക് അവർ കൂടെ ഒന്ന് പരിചയപ്പെടുത്തേണ്ടതുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകുന്നു. വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങളോ സജ്ജീകരണങ്ങളോ ഇല്ലാതെയാണ് വാവ സുരേഷ് പാമ്പുകളെ പിടികൂടുന്നത്. 100 രാജവെമ്പാലകളെ പിടികൂടിയതും ഇങ്ങനെ തന്നെ. അതുതന്നെയാണ് സ്നേക് മാസ്റ്റർ വാവ സുരേഷിനെ ജനങ്ങളുടെ ആരാധനാപാത്രമാക്കി മാറ്റിയത്. 12ാം വയസ്സിൽ തുടങ്ങിയതാണ് വാവയുടെ ജീവിതം ഒരു പാമ്പ് പിടുത്തക്കാരന്റെ റോളിൽ. ഇന്ന് കേരളത്തിൽ അങ്ങോളമിങ്ങോളം ആരാധകരുള്ള വാവ സുരേഷ് ഈ മേഖലയിലെത്തിയിട്ട് 28 വർഷങ്ങളായിരിക്കുന്നു. ഇതിനോടകം തന്നെ 50,000-ഓളം പാമ്പുകളെ അദ്ദേഹം പിടിച്ചു കഴിഞ്ഞു. കൊച്ചി ചുരുട്ട മുതൽ രാജവെമ്പാലകൾ വരെ അതിൽ ഉൾപ്പെടും. ഇതിൽ ഏറ്റവും കൂടുതൽ തവണ പിടിച്ചത് മൂർഖനെയും അണലിയെയുമായിരുന്നു. ഏതാണ്ട് 17 വർഷത്തോളമായി വാവ സുരേഷിനെ പാമ്പുകളെ പിടിക്കാൻ കേരളത്തിലെ അങ്ങോളമിങ്ങോളമുള്ള ജനങ്ങൾ വിളിച്ചു തുടങ്ങിയിട്ട്. ആദ്യമൊക്കെ അടിയന്തര സന്ദർഭങ്ങളിലാണ് പോയിരുന്നത്. ഇപ്പോൾ 24 മണിക്കൂറും ഫോൺ കോളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ജനങ്ങൾ വിളിക്കുമ്പോൾ പാമ്പുകളെ പിടിക്കാൻ വാവ ഓടിയെത്തുന്നത് പ്രതിഫലം മോഹിച്ചല്ല, ജനോപകാരപ്രദമായ സേവനമായാണ് അദ്ദേഹം ഇതിനെ കാണുന്നത്.
28 വർഷത്തിനിടെ വനമുള്ളതും വനമില്ലാത്തതുമായ പാമ്പുകളിൽ നിന്ന് 3882 തവണ കടിയേറ്റിട്ടുണ്ട്. 10 തവണ അത്യാസന്ന നിലയിലും 2 തവണ വെന്റിലേറ്ററിലും അദ്ദേഹമായി. അടങ്ങാത്ത ആവേശത്തോടെയാണ് പാമ്പുകളെ പിടിക്കുന്നതും അവയെ സംരക്ഷിച്ച് വനത്തിൽ എത്തിക്കുന്നതും. 20,000-ഓളം പാമ്പിൻ മുട്ടകളെ വീട്ടിൽ വിരയിച്ച് കാട്ടിൽ വിട്ടതിന്റെ റെക്കോർഡും വാവയുടെ പേരിലാണ്. പത്തനംതിട്ട ജില്ലയിലെ മൂഴിയാർ എന്ന സ്ഥലത്താണ് വാവയുടെ ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാക്കുന്ന ആദ്യ രാജവെമ്പാലയെ പിടികൂടിയത്. വാവ സുരേഷിനെ വാവ സുരേഷാക്കിയ മൂഴിയാർ. ആദ്യമായി രാജവെമ്പാലയെ പിടിക്കാൻ ചെന്നപ്പോൾ അന്ന് കൂടെയുണ്ടായിരുന്ന വെറ്റിനറി ഡോക്ടറുടെ കയ്യിൽ ഒരു വാക്കത്തി ഉണ്ടായിരുന്നു. വാക്കത്തി എന്തിനാണെന്ന വാവയുടെ ചോദ്യത്തിന് ഡോക്ടർ പറഞ്ഞ മറുപടി ഇന്നും വാവ ഓർക്കുന്നു. രാജവെമ്പാലയെ പിടിക്കുമ്പോൾ കടിയേൽക്കുകയാണെങ്കിൽ കടിച്ച ഭാഗത്തിന്റെ മുകളിൽ വെച്ച് വെട്ടിമാറ്റണം, അല്ലെങ്കിൽ രക്ഷപ്പെടില്ല. സ്വന്തം ജീവൻ പണയം വെച്ചു നാട്ടുകാരുടെ ജീവനും പാമ്പുകളുടെ സംരക്ഷകനുമായി യാത്ര തുടരുന്ന വാവയുടെ 100ാമത്തെ രാജവെമ്പാലയും പത്തനംതിട്ട ജില്ലയിൽ നിന്ന് പിടികൂടാനായതിൽ ഏറെ സന്തോഷവാനാകുന്നു വാവ സുരേഷ്. നമ്മൾ എന്തായാലും നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് തന്നെ എൻ്റെ 1ാമത്തെ രാജവെമ്പാല മൂഴിയാർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന്, 2ാമത്തെ അവിടെ നിന്ന്, 3ാമത്തത് തവളപ്പാറ എന്ന് പറയുന്നത് കോന്നി ഡിവിഷനിൽ തവളപ്പാറയായിരുന്നു. എന്തായാലും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ രാജവെമ്പാല പിടിക്കാൻ കഴിഞ്ഞ പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ്. ആ ഒരു കാര്യത്തിന് ഞാൻ പത്തനംതിട്ട ജില്ലക്കാരനാണ്. അത് മാത്രമല്ല, എൻ്റെ 100ാമത്തെ രാജവെമ്പാലയും എനിക്ക് പിടികൂടാൻ കഴിഞ്ഞത് പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണ്. കോന്നി ഡിവിഷൻ്റെ കീഴിൽ, കോന്നി DFയുടെ കീഴിൽ കുമ്മണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പക്ഷേ കോന്നി ഡിവിഷനാണെങ്കിലും ഇവിടെ നമ്മുടെ 3 സ്ഥലത്തു നിന്ന് ഓഫീസർമാരുണ്ട്. കോന്നിയുടെ സൈക്കിൾ ഫോഴ്സ് ഉണ്ട്, അതുപോലെ കുമ്മണ്ണൂരിലെ ഓഫീസർമാരുണ്ട്, അതുപോലെ നമ്മുടെ ഏറ്റവും കൂടുതൽ ഞാനുമായിട്ട് ചേർന്ന് ഏറ്റവും കൂടുതൽ പാമ്പുകളെ പിടികൂടി റിലീസ് ചെയ്ത റാപ്പിഡ് റെസ്പോൺസ് ടീം. അതായത് പറയാൻ കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ പാമ്പുകളെ കളക്ട് ചെയ്തിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ പാമ്പുകൾ ഉള്ളതായിട്ടും പത്തനംതിട്ട ജില്ലയാണ് ഇപ്പോൾ പുതിയതായിട്ട് പഠനങ്ങൾ പറയുന്നത്. ഏറ്റവും കൂടുതൽ പാമ്പ് കടി ഏൽക്കുന്ന ജില്ല ആലപ്പുഴ ജില്ലയാണ് കേരളത്തിൽ. ചെങ്ങന്നൂർ എന്ന് പറഞ്ഞ ആലപ്പുഴ ജില്ലയിൽ ചേർത്തല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ പാമ്പ് കടി ഏറ്റിരിക്കുന്നത്. ഇത് ഏകദേശം 16 അടിയിലേറെ നീളമുള്ള ഒരു ആൺ രാജവെമ്പാലൻ. കണ്ടാൽ ഫീമെയിലിൻ്റെ കണ്ട, പക്ഷേ ഇതേ നല്ല ടയേർഡാണ്. അതുപോലെ എനിക്ക് നമ്മുടെ ഇവിടുത്തെ നാട്ടുകാരോട് പറയാനുള്ളത്, നമ്മുടെ പ്രോഗ്രാം കാണുന്ന പ്രേക്ഷകരോട് പറയാനുള്ള ഒരു കാര്യം, ഈ പാമ്പ് ഒരു രാജവെമ്പാല ഒരു പെരുമ്പാമ്പിനെ ചുറ്റി വരിഞ്ഞ് കിടന്ന സമയത്ത് ആരോ പോയി ചെറുപ്പക്കാർ പോയി ഇതിൻ്റെ വാലി പിടികൂടി എന്ന് പറഞ്ഞു. അത് നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഏറ്റവും വലിയൊരു എന്താ പറയുക, ഒരു അറിവ് കേടാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ കടി ഏറ്റ് കഴിഞ്ഞാൽ 5 മിനിറ്റ് പോലും ജീവിക്കാൻ കഴിയില്ല. എനിക്ക് 2-3 മണിക്കൂർ ജീവിക്കാൻ കഴിയില്ല. എൻ്റെ ശരീരത്തിൽ ആൻറ്റിബോഡി ഉള്ളത് കൊണ്ടാണ്. നിങ്ങൾ കാണാറുണ്ട് പാമ്പുകളെ പിടിക്കുന്നതൊക്കെ. നമ്മൾ ആൻറ്റിബോഡി എൻ്റെ ശരീരത്തിൽ ഉള്ളതാണ്. ഇതിൻ്റെ രാജവെമ്പാല കടി കേൾക്കുകയാണെങ്കിൽ 2 മണിക്കൂർ 3 മണിക്കൂർ എനിക്ക് അതിജീവിക്കാൻ കഴിയും. അതിനെ ജീവിക്കാൻ എനിക്ക് കഴിയില്ല. 2 മണിക്കൂർ കഴിയുമ്പോൾ എനിക്ക് മരണം സംഭവിക്കില്ല, 3 മണിക്കൂർ കഴിയുമ്പോൾ എനിക്ക് മരണം സംഭവിക്കും. മെഡിസിൻ ഇല്ല. തായ്ലാൻഡിൽ മാത്രമേ രാജവെമ്പാല കടിയേറ്റിൽ മെഡിസിൻ ഉള്ളൂ എന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർ അറിഞ്ഞു വെക്കുക. എന്തായാലും ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി എൻ്റെ 100ാമത്തെ കൃഷ്ണ സർപ്പത്തിൻ്റെ അടുത്തിരുന്ന് നമ്മുടെ പ്രോഗ്രാം വീക്ഷിക്കുന്ന എല്ലാ നല്ലവരായ കൗമുദി പ്രേക്ഷകർക്ക് എൻ്റെ ബിഗ് സല്യൂട്ട്. എന്നെ ഞാനാക്കിയ എൻ്റെ സ്വന്തം കേരള ഫോറസ്റ്റിലെ ഓഫീസർമാർക്ക് എൻ്റെ ബിഗ് സല്യൂട്ട്. എല്ലാ നല്ലവരായ നാട്ടുകാർക്ക് എൻ്റെ ബിഗ് സല്യൂട്ട്. നിങ്ങളോടെല്ലാവരോടും എൻ്റെ 100ാമത്തെ കിങ് ഓബ്രയ്ക്ക് ഞാൻ കൊടുത്ത ചുംബനം എനിക്കല്ല, ഞാൻ അത് നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഈ അതിഥിയെയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിശ്വസിക്കുന്നു. ഇദ്ദേഹം ഇങ്ങനെയല്ല ഇരിക്കേണ്ടത്. ഇദ്ദേഹം ആ പെരുമ്പാമ്പിനെ വിഴുങ്ങിയില്ലായിരുന്നുവെങ്കിൽ, പെരുമ്പാമ്പിനെ ഭക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ ഇദ്ദേഹം ഇങ്ങനെയല്ല ഇരിക്കേണ്ടിയിരുന്നത്. നല്ല അഗ്രസീവായിരുന്നതിനെ, നല്ല കടിക്കാനായി നല്ല ആരോഗ്യമാണ്. ഇപ്പോൾ പെരുമ്പാമ്പ് ചുറ്റി പിരിഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഈ കൗൾ പത്തിയൊക്കെ ചപ്പി പരന്നിരിക്കുന്നത്. അതൊക്കെ മാറും. ഇദ്ദേഹത്തിന് നമ്മൾ എന്തായാലും ഈ രാത്രി തന്നെ നമ്മൾ ഓഫീസർമാരുടെ സാന്നിധ്യത്തിൽ ഇദ്ദേഹത്തിന് കാട്ടിലാക്കുന്നു. ഇദ്ദേഹത്തിന് ഇപ്പോൾ നമ്മളിവിടുന്ന് ചാക്കിലാക്കുന്നു. രാജവെമ്പാലയും പെരുമ്പാമ്പും തമ്മിലുള്ള ഉഗ്രയുദ്ധത്തിനു ശേഷം അവശനായ പെരുമ്പാമ്പിന് എന്ത് സംഭവിച്ചു? കൂടാതെ രാജവെമ്പാലയുമായുള്ള കൂടുതൽ സാഹസിക രംഗങ്ങൾക്കായി അടുത്ത അധ്യായം വരെ കാത്തിരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, സ്നേക് മാസ്റ്റർ, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ഇമെയിൽ: kaumuditv@gmail.com. പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവ സുരേഷിനെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9387974441.